ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഷഹീറ സിമി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അബായ ഫാബ്രിക്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിലുള്ള ആലുവ കീഴ്മാടാണ്. കീഴ്മാട് പഞ്ചായത്ത് ജംഗ്ഷനിൽ റോയൽ ബേക്കറിയുടെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകാം. അപ്പോൾ ദേ ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ടിക്ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ഇത് അബായ മെറ്റീരിയൽ ആണ്. എന്നാലും നമുക്ക് കോട്ട് സെറ്റും അല്ലെങ്കിൽ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനും പറ്റിയൊരു ഫാബ്രിക് ആണ് കേട്ടോ. ഒട്ടും തന്നെ നിഴലെടുപ്പില്ലാത്ത മെറ്റീരിയലാണ് ഇത്. ടിക്ടോക്ക് ഞാൻ പറഞ്ഞില്ലേ, ടിക്ടോക്ക് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 68 ഇഞ്ചാണ്. മീറ്റർ പ്രൈസ് വരുന്നത് 240 രൂപയാണ് കേട്ടോ. ഞാൻ നല്ലൊരു ഡാർക്ക് കോഫി ഷെയ്ഡാണ് ഇപ്പോൾ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുന്നത്. ക്യാമറയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലൈറ്റായിട്ടോ ഡാർക്കായിട്ടോ എങ്ങനെ ശരിക്കും കളർ എങ്ങനെ വരുമെന്ന് അറിയില്ല കേട്ടോ. ആ ഒരു ഷെയ്ഡ് വ്യത്യാസം എന്തായാലും ക്യാമറയിൽ കാണുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇത് ഡാർക്ക് കോഫി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് പ്ലെയിൻ ആണെങ്കിലും ചെറിയൊരു ക്രഷ് മെറ്റീരിയൽ പോലെ തോന്നുന്നുണ്ട്. കൂടാതെ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ നിതയിലൊക്കെ ഒരു ഗ്ലൈസിങ് വരൂലേ, അതുപോലെ ചെറിയൊരു ഗ്ലൈസിങ് തോന്നുന്ന മെറ്റീരിയലാണ് കേട്ടോ. നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നല്ലൊരു അട്രാക്ഷൻ കിട്ടുന്ന ഒരു ഗ്ലേസിങ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതേ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ സിംഗിൾ പീസായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ വൺ സൈഡാണ് കേട്ടോ ഇതുപോലെ ഗ്ലേസിങ് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ഗ്ലേസിങ് ഇല്ലാതെ ക്രഷ് മെറ്റീരിയൽ പോലെയാണ് തോന്നുന്നത്. ക്രഷ് പോലെയല്ല, അതിലും നല്ല ക്വാളിറ്റി, നല്ല ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ്. ഇമ്പോർട്ടഡ് അല്ല, ഇത് ഇന്ത്യൻ ഐറ്റം തന്നെയാണ്. എന്നാലും ക്വാളിറ്റി വൈസ് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടഡ് ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫാബ്രിക് നല്ലൊരു ഡാർക്ക് കോഫി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. വിഡ്ത്ത് പറഞ്ഞാലോ നല്ല 68 ഇഞ്ച് വിഡ്ത്ത് വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കളേഴ്സ് ഓരോന്നായിട്ടൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ ടിക്ടോക്കിൽ നെക്സ്റ്റ് വരുന്ന കളറ് അക്വാ ബ്ലൂ ആണ് കേട്ടോ. നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ്, പേസ്റ്റൽ കളറിൽ വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അക്വാ ബ്ലൂ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക കേട്ടോ. കളർ പ്ലെയിൻ ഷെയ്ഡ് നമ്മൾ എങ്ങനെയൊക്കെ സൂം ചെയ്തെടുത്താലും അല്ലാണ്ട് എടുത്താലും ഒക്കെ നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കളർ പറഞ്ഞു തരുന്നത്. അപ്പോൾ റേറ്റും വിട്ടും ഒക്കെ സെയിം തന്നെ. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, നല്ലൊരു പേസ്റ്റൽ കളറിൽ വരുന്ന ഷെയ്ഡാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് പ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നമ്മുടെ വൈൻ കളറുമായിട്ടൊക്കെ കുറച്ച് സാമ്യമുള്ള ഷെയ്ഡാണ് കേട്ടോ. ശരിക്കും ഈ കളറിൻ്റെ പേരാണ് പ്ലം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ടിക്ടോക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല നല്ല ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിൽ വരുന്നതാണെന്ന്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിച്ച് ലുക്ക് കിട്ടും കേട്ടോ. അത്രയും നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു റിച്ച് ലുക്ക് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോട്ട് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്താലും നല്ല സൂപ്പറായിരിക്കും. ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിടാനും ഒക്കെ പറ്റിയൊരു മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് വെയിറ്റ് അധികം വരുന്നുമില്ല. കാണുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ദുബായിൽ നിന്നും അങ്ങനെയുള്ള പുറത്ത് കൺട്രീസിൽ നിന്നൊക്കെ നമുക്ക് കൊണ്ടുവരാറില്ലേ, പർദ്ദയൊക്കെ കൊണ്ടുവരാറുണ്ടല്ലോ പുറത്തുനിന്ന് വരുന്നവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന പർദ്ദകളൊക്കെ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ കാണാറില്ലേ, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പർദ്ദകളൊക്കെ കാണുന്നത്, അതിലൊക്കെ വരുന്നത് ഈ ഒരു ഫാബ്രിക് ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒരു ഗ്ലേസിങ് വന്നിട്ടുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാനതൊന്ന് എടുത്തു പറഞ്ഞത് കേട്ടോ. അതായത് നല്ലൊരു റിച്ച് ലുക്ക് വരുന്ന അർത്ഥം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് വരുന്നതും ടിക്ടോക്ക് തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു ഷെയ്ഡിൻ്റെ കളർ പറയേണ്ടത് മ്യാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. മ്യാവ് എന്ന് നമ്മൾ ആകെ പൂച്ചനെ വിളിക്കുന്നത് മ്യാവ് മ്യാവ് എന്ന് വിളിക്കുന്നത്, അതുപോലെ ഒരു ഷെയ്ഡാണ് നമ്മൾ ഗൂഗിളിൽ അടിക്കുമ്പോൾ ഈ ഒരു കളർ കാണിക്കുന്നത്. നമ്മുടെ ലാവൻഡർ ഷെയ്ഡുമായിട്ട് കുറച്ച് സാമ്യമുണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ചൊരു ഡാർക്കായിട്ട് വരുന്ന കളറാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ മ്യാവ് എന്ന് അടിച്ചു നോക്കുക കേട്ടോ. MAVUE ഇതാണ് കേട്ടോ മ്യാവ്. ആ ഒരു കളർ നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കുക. അപ്പോൾ കറക്റ്റ് ഷെയ്ഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലാവൻഡറുമായിട്ട് നല്ല സാമ്യമുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെയും റേറ്റ് സെയിം തന്നെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ടിക്ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫാബ്രിക് കാണിച്ചത്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ബ്ലാക്ക് മെറ്റീരിയൽ വരുന്ന 2 ടൈപ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്കൊന്ന് പോകാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് പ്രാഡ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു ഇതിന് മുന്നേ. നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈറ്റിൻ്റെ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ പ്രാഡയുടെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ നമ്മുടെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസും കാണാൻ പറ്റും. നമുക്ക് പ്രയർ ഡ്രസ്സൊക്കെ ഉണ്ട്, അതുമൊക്കെ കാണാൻ പറ്റും കേട്ടോ. സൈറ്റിൽ കയറി എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിനെ പറ്റി പറയാം. 60 ഇഞ്ച് വിഡ്ത്ത് വരുന്നതാണ്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 210 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്, സൈറ്റിൽ കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ റേറ്റ് വരുന്നത് 190 ആയിരിക്കും കേട്ടോ കളേഴ്സ് വരുമ്പോൾ. അപ്പോൾ എല്ലാ മെറ്റീരിയലിൻ്റെയും ബ്ലാക്ക് ഷെയ്ഡ് വരുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇതിൻ്റെ 210 ആണ് വരുന്നത്.
അപ്പോൾ ഈ പ്രാഡയുടെ മെറ്റീരിയൽ കണ്ടോ, നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ഈ തേര് വരുന്ന താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു വലിച്ചിൽ, നല്ല വലിച്ചിലുണ്ട് കേട്ടോ. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഇത് ജെറ്റ് ബ്ലാക്കിൽ വരുന്നതാണ് കേട്ടോ. നല്ല ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിട്ട് മനസ്സിലായാലോ, 60 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല വീതിയുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇതെല്ലാം തന്നെ ഇന്ത്യൻ ഐറ്റം ആണെങ്കിലും നല്ലൊരു ഇമ്പോർട്ടഡ് ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് മെറ്റീരിയൽ പിടിക്കുമ്പോൾ അറിയാം, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഇതെല്ലാം തന്നെ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ബ്ലാക്ക് ഷെയ്ഡിൽ നെക്സ്റ്റ് വൺ കാണാം. അപ്പോൾ നെക്സ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് കാണുന്നതിന് മുന്നേ നമ്മുടെ ഷോപ്പിൻ്റെ ഓഫറുകൾ ഒന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ട് എടുക്കുമ്പോൾ മിനിമം എടുക്കേണ്ട ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. പിന്നെ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കാം. അതായത് ബൾക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇഷ്ടംപോലെ മീറ്റർ ഒന്നും എടുക്കണ്ട. മിനിമം നിങ്ങൾ 10 മീറ്റർ എടുക്കുവാണെങ്കിൽ നേരെ നമ്മൾ ഈ വീഡിയോസിൽ പറയുന്ന റേറ്റിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ഓരോ ഐറ്റമും ഹോൾസെയിൽ പ്രൈസിൽ ലഭിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഈ 10 മീറ്റർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ 10 മീറ്റർ നിങ്ങൾ ഒരു ഐറ്റം തന്നെ എടുക്കണ്ട. നമ്മുടെ കയ്യിലുള്ള ഏത് മെറ്റീരിയലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എല്ലാ മെറ്റീരിയലിൻ്റെയും കൂടെ ടോട്ടൽ ക്വാണ്ടിറ്റി 10 മീറ്റർ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും ഹോൾസെയിൽ റേറ്റിൽ ലഭിക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത്. പിന്നെ ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യം പറയാം. അപ്പോൾ നിങ്ങൾ നേരെ ഹോൾസെയിൽ റേറ്റിൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ. അത് പ്രത്യേകം എടുത്ത് പറയാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓരോ ഐറ്റം എന്ന് പറയുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടാവും ഹോൾസെയിൽ റേറ്റിലേക്ക് മാറുമ്പോൾ. പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വന്നാലും നമ്മളല്ലാണ്ട് സിംഗിൾ പീസ് എടുക്കുന്നതിനേക്കാളും നമുക്ക് ലാഭകരമായിട്ട് നമുക്ക് മെറ്റീരിയൽസ് എടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ അക്കോബ മെറ്റീരിയൽ, അങ്ങനെ പല ടൈപ്പ് ചുരിദാർക്ക് അടിക്കാൻ പറ്റിയ മെറ്റീരിയലൊക്കെ ഉണ്ട്. കൂടാതെ അബായ മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ നമ്മൾ ബൾക്കായിട്ട് ക്രേപ്പ് മെറ്റീരിയൽ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ റേറ്റ് കുറഞ്ഞ മെറ്റീരിയലാണ് ക്രേപ്പ് എന്ന് പറയുന്നത്. പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. കൂടാതെ നമുക്ക് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ക്രേപ്പ് മെറ്റീരിയലും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്കിനി നെക്സ്റ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ഒന്ന് പോകാം. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ വരുന്ന മാഷ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ വിട്ട് വരുന്നത് 70 ഇഞ്ചോളം ഉണ്ട് കേട്ടോ. സാധാരണ പറയുമ്പോൾ 68 ഇഞ്ച് എന്ന് പറയുമെങ്കിലും ഇത് 70 ഇഞ്ചോളം വിട്ട് വരുന്നുണ്ട്. ഇത് കാണുമ്പോഴും നമുക്കിങ്ങനെ തൊടുമ്പോഴൊക്കെ ഒരു കോട്ടൺ ഫീല് വരുന്ന ടൈപ്പിലുള്ളതാണ് ഈ മെറ്റീരിയൽ. നല്ലൊരു ജെറ്റ് ബ്ലാക്കിൽ വരുന്നതാണ് കേട്ടോ. നല്ല ഡാർക്കാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് വന്നിട്ട്. ഇപ്പം നമ്മുടെ ജെന്റിൽമാൻ ഫാബ്രിക് ഒക്കെ വരില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു മാഷ ബ്ലാക്ക്. അപ്പോൾ ഇതിൽ ചെറിയൊരു ഇങ്ങനെ ചെക്ക് പോലെ ചെറുതായിട്ടൊരു ഡിസൈൻ അല്ല കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ അങ്ങനത്തെയാണെന്ന് മാത്രം, ഡിസൈനൊന്നും വരുന്നില്ല. പ്ലെയിൻ ഫാബ്രിക് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതേ നല്ല ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടിട്ട് നല്ല സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡിസൈൻ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ബ്രൈറ്റ് കൂട്ടിയിടുമ്പോൾ ആ ജെറ്റ് ബ്ലാക്ക് മാറിയിട്ട് നിങ്ങൾക്ക് നരച്ചതുപോലെ ചിലപ്പോൾ തോന്നും. പക്ഷെ ഇത് ഒട്ടും നരച്ച ടൈപ്പ് അല്ല, നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് തന്നെയാണ്, ജെറ്റ് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോട്ടൺ ടൈപ്പ് ആ മെറ്റീരിയൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തൊടുമ്പോഴും ഒരു ജെന്റിൽമാൻ്റെ ഒക്കെ ഫാബ്രിക്കിൻ്റെ പോലെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നല്ല വിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ബ്ലാക്ക് ടോപ്പൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കളറാണ് അല്ലേ, ബ്ലാക്ക് പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ്. അപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനും പറ്റിയൊരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ ഈ മാഷ എന്ന് പറയുന്നത്. ഇതിൻ്റെ കളേഴ്സ് നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ, ബ്ലാക്ക് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ 10 മീറ്ററിൽ താഴെ എടുക്കുമ്പോൾ വരുന്ന കൊറിയർ ചാർജ് എന്ന് പറയുന്നത് 30 രൂപയായിരിക്കും കേട്ടോ. അത് ഫിക്സഡ് റേറ്റ് ആയിരിക്കും. ഏത് ഐറ്റം എടുത്താലും 30 രൂപയായിരിക്കും വരുന്നത്. പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ ഡെലിവറി ചെയ്യുക. പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല, നമുക്ക് ഗൂഗിൾ പേ തന്നെ ചെയ്യണം കേട്ടോ എമൗണ്ട്. നമുക്കിതുപോലുള്ള കളക്ഷൻസുമായി ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.